പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വണ്ടി ഓൺ ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു. വണ്ടി സെൽഫ് സ്റ്റാർട്ട് ആകുന്നില്ല. പക്ഷേ എൻ്റെ വണ്ടി ഒരു ബേസിക് മോഡൽ വണ്ടിയാണ്. സെൽഫ് ലിങ്കിൽ കൂടി തന്നെ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി റണ്ണായാൽ കൂടി എൻ്റെ ഈ ബാറ്ററി ഫുള്ളാകണമെങ്കിൽ, അതായത് ഫുൾ ചാർജ് ആകണമെങ്കിൽ ഏകദേശം 2-3 മണിക്കൂർ വണ്ടി ഓടിയെങ്കിൽ മാത്രമേ വണ്ടിയിലിരുന്ന് ഈ ബാറ്ററി ഫുൾ ചാർജ് ആകുകയുള്ളൂ. അതല്ല നിങ്ങളുടെ വണ്ടി വിത്തൗട്ട് ബാറ്ററിയിൽ സ്റ്റാർട്ടാകാത്ത ഒരു വണ്ടിയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ഈ ബാറ്ററി വണ്ടിയിൽ നിന്ന് റിമൂവ് ചെയ്ത് എക്സ്റ്റേണലായിട്ട് ഇതിനെ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചാർജ് ചെയ്യാമെന്ന് നോക്കാം. അതായത് നമ്മൾക്ക് ഒരു മൊബൈൽ ചാർജറും, അതായത് 5 വോൾട്ട് ഔട്ട്പുട്ട് തരുന്ന ഏതെങ്കിലും ഒരു മൊബൈലിൻ്റെ ചാർജിങ് അഡാപ്റ്ററും, അതുപോലെ തന്നെ ഇങ്ങനെയൊരു PCB മോഡ്യൂൾ. ഇതൊരു DC to DC കൺവേർട്ടറാണ്. ഇതൊരു DC to DC കൺവേർട്ടർ ബൂസ്റ്റിംഗ് മോഡ്യൂളാണ്. അതായത് ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജിനെ ഇത് ബൂസ്റ്റ് ചെയ്ത് നമ്മൾക്ക് ഔട്ട്പുട്ട് തരുന്ന ഒരു PCB മോഡ്യൂളാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു മൊബൈൽ ചാർജറും അതുപോലെ ഈ PCB മോഡ്യൂളും ഉപയോഗിച്ച് ഒരു 12 വോൾട്ട് ബാറ്ററി, അതായത് ബൈക്കുകളുടെ ബാറ്ററി നമ്മൾക്ക് എങ്ങനെ റീചാർജ് ചെയ്ത് എടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് മൾട്ടിമീറ്റർ കൂടി ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു മൾട്ടിമീറ്റർ കൂടി നിങ്ങൾ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോവാം. നിങ്ങളുടെ ബൈക്കിൻ്റെ ഏത് സൈഡിലാണ് ബാറ്ററി ഇരിക്കുന്നത് ആ സൈഡ് കവർ റിമൂവ് ചെയ്തതിന് ശേഷം പോസിറ്റീവ് ടെർമിനൽ ആദ്യം റിമൂവ് ചെയ്യുക. അതിനുശേഷം നെഗറ്റീവ് ടെർമിനൽ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇതൊരു സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. നിങ്ങളുടെ ബാറ്ററി ഏതായിരുന്നാലും അതിൻ്റെ ആസിഡ് ലെവൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിച്ചുകൊണ്ട് ആ ആസിഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ എൻ്റെ ബാറ്ററി എൻ്റേതായ രീതിയിലൊന്ന് ഓപ്പൺ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ചാർജ് ചെയ്യുന്നതിന് മുമ്പും ചാർജ് ചെയ്തതിന് ശേഷവും ഇതേപോലെ ഒരു ബൾബ് ഉപയോഗിച്ച് ബാറ്ററി ടെസ്റ്റ് ചെയ്യുക. ഈ ബൾബ് ഏകദേശം 2-3 മിനിറ്റോളം നിങ്ങൾ ഹോൾഡ് ചെയ്ത് നോക്കുക. അതിൻ്റെ ലൈറ്റ് ഡിമ്മായി പോകുകയാണെങ്കിൽ, അതായത് 2-3 മിനിറ്റിനുള്ളിൽ അത് ഡിമ്മായി പോകുകയാണെങ്കിൽ ആ ബാറ്ററി ഉപയോഗശൂന്യമാണ്. അത് നമ്മൾക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് 11.35 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഒരു ബാറ്ററിയുടെ പ്ലേറ്റ്സ് ഡാമേജ് ആണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും അത് റിക്കവർ ചെയ്ത് എടുക്കാൻ സാധ്യമല്ല എന്നുകൂടി എല്ലാവരും ഓർമ്മിക്കുക. ഇതാണ് നമ്മൾ ചാർജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന DC to DC കൺവേർട്ടർ. ഇതൊരു ബൂസ്റ്ററാണ്. ഇൻപുട്ട് വോൾട്ടേജിനെ നമ്മൾക്ക് അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ഇത് ഔട്ട്പുട്ടിൽ തരും. ഇതിന് 2 ഇൻപുട്ടുകളും 2 ഔട്ട്പുട്ടുകളുമുണ്ട്. ഇവിടെ ഈ ബ്ലൂ കളറിലുള്ള പ്രീസെറ്റാണ്, അതായത് വേരിയബിൾ റെസിസ്റ്ററാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഈ മൊഡ്യൂൾ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി 2 വയേഴ്സ് എടുക്കുന്നു. ഇത് റെഡും ബ്ലാക്കുമാണ്. ഇതിൻ്റെ ബ്ലാക്ക് ഈ മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് നെഗറ്റീവിൽ കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ റെഡ് കളർ കേബിൾ ഔട്ട്പുട്ട് പോസിറ്റീവിലും കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക.
ഇതൊരു 2 ആംസിൻ്റെ മൊബൈൽ ചാർജർ ആണ്. അപ്പോൾ ഇതിന് ഞാനിവിടെ കേബിളായിട്ട് ഉപയോഗിക്കുന്നത് പഴയൊരു കീബോർഡിൻ്റെ കേബിളാണ്. നിങ്ങൾക്ക് മൗസ്, കീബോർഡ് അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഡാറ്റ കേബിൾ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ 2 കളേഴ്സ് കണ്ടാവും, റെഡും ബ്ലാക്കും. റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും ആയിരിക്കും. അത് ഈ മൊഡ്യൂളിൻ്റെ റെഡ് പോസിറ്റീവ് ഭാഗത്തും ബ്ലാക്ക് നെഗറ്റീവ് ഭാഗത്തും കണക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ മൊഡ്യൂൾ 14 വോൾട്ടിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതായത് ആ പ്രീസെറ്റ് റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വോൾട്ടേജിലേക്ക് ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ലെഡ് ആസിഡ് ബാറ്ററി റീചാർജ് ചെയ്യുവാൻ വേണ്ടി 13.5 മുതൽ 14.2 വരെ വോൾട്ടേജ് ഉപയോഗിച്ചാണ് ഒരു ലെഡ് ആസിഡ് ബാറ്ററി റീചാർജ് ചെയ്യേണ്ടത്. ഇനി നമ്മൾക്ക് എത്ര കറണ്ട് ഈ ബാറ്ററി എടുക്കുന്നുണ്ടെന്ന് നോക്കാം. 185. ഇത് ഏകദേശം കൂടിക്കൂടി വരുന്നുണ്ട്. 225 മില്ലി ആംസ് വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇന്ന് വൈകുന്നേരം ബാറ്ററി ചാർജ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ നാളെ രാവിലെ വരെ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഒരു 10 ആംസ് ഉള്ള ബാറ്ററി 1 ആംസ് കൊടുത്ത് ചാർജ് ചെയ്യുകയാണെങ്കിൽ 10 മണിക്കൂർ വേണം ആ ബാറ്ററി റീചാർജ് ആകാൻ. അതനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതിയാവുന്നതായിരിക്കും. ഇനി പൊതുവെ എല്ലാവരും പറയുന്ന ഒരു പ്രോബ്ലമാണ് ഈ മൊഡ്യൂൾ ഹീറ്റാകുന്ന കാര്യം. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ബാറ്ററിയിലെ വോൾട്ടേജ് തീരെ കുറവാണെങ്കിൽ അതിനേക്കാളും ഒരു 3 വോൾട്ട് കൂടുതൽ മാത്രം സെറ്റ് ചെയ്യുക. അതായത് ബാറ്ററിയിൽ 5 വോൾട്ട് ആണെങ്കിൽ അതിനേക്കാളും ഒരു 3 വോൾട്ട് കൂടുതൽ കൊടുത്ത് ഒരു 1 മണിക്കൂറോളം റീചാർജ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം നിങ്ങൾ 13.5 വോൾട്ടിലേക്ക് സെറ്റ് ചെയ്ത് റീചാർജ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ മൊഡ്യൂൾ ഓവർ ഹീറ്റ് ആകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും 14.2 വോൾട്ടിൽ കൂടുതൽ കൊടുക്കാതിരിക്കുക. ഞാൻ എന്തായാലും ഇവിടെ 14 വോൾട്ട് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു 10-12 മണിക്കൂറോളം ചാർജിങ്ങിനായിട്ട് വയ്ക്കുന്നു. ഇനി കണക്ഷൻസ് എല്ലാം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് തന്നെ കൊടുക്കുക. അതിനുശേഷം ചാർജിങ്ങിനായിട്ട് വയ്ക്കാവുന്നതാണ്. ബാറ്ററി ഏകദേശം ഫുള്ളി ചാർജായി. അതായത് ഞാൻ ഏകദേശം ഇന്നലെ വൈകുന്നേരം മുതൽ ഒരു ദിവസം രാവിലെ, പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ എടുത്തത്. അത്ര നേരം ചാർജ് ചെയ്തപ്പോൾ തന്നെ ബാറ്ററി ഫുള്ളായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബൈക്കിലത് ഫിക്സ് ചെയ്യാം. നിങ്ങൾ എങ്ങനെയാണോ റിമൂവ് ചെയ്തെടുത്തത് അതേ രീതിയിൽ തന്നെ ബാറ്ററി പഴയതുപോലെ ഫിറ്റ് ചെയ്യുക. ബാറ്ററി ടെർമിനൽസ് എല്ലാം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുക.
ഓവറായിട്ട് ഫിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ഓവറായിട്ട് ഇത് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി ടെർമിനൽസ് ഡാമേജസ് വരാൻ ചാൻസസ് ഉണ്ട്. ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ സെൽഫെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്.